ഗേസ് എന്താണ് പരിപാടി? നാളെ നമ്മുടെ സമൂഹം നോമ്പുതുറയാണ്. ഏകദേശം ഒരു 10-20 ആൾക്കാരുടെ പരിപാടിയാണ്. അപ്പോൾ നമുക്ക് നാളെ നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞ് പോയിട്ട് ഇവിടുന്ന് കിടന്ന് ഉറങ്ങി രാവിലെ വൈകുന്നേരം എനിക്ക് ലേറ്റ് ആവും. നമുക്ക് കുറച്ച് ചിക്കനൊക്കെ കട്ട് ചെയ്ത് വെക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നാളെ നമ്മുടെ പെരുന്നാളാണ്. ഈ ഉള്ളി പൊക്കോടെ ഐറ്റംസ് ഉണ്ടാവും. അതിന് നമ്മൾ ഷെഫ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഷെഫ് അമീർ നാളെ ചിക്കൻ കട്ട് ചെയ്യും. നമ്മൾ ചിക്കനൊക്കെ ഇത്ര മേടിച്ചിട്ട് മസാല ആക്കി വെച്ചിട്ട് നാളെ വൈകുന്നേരം വന്ന് പൊരിക്കും. അപ്പോൾ നല്ലൊരു ചിക്കൻ ബിരിയാണി എന്തായാലും വേണ്ടില്ല. നോമ്പ് ഉറപ്പിച്ച് കഴിഞ്ഞാൽ ആ നോമ്പ് എടുത്ത ആൾക്കാർ കൂലിയുണ്ടെന്ന് പറഞ്ഞു. പണം പോയാലും എന്താണ് എല്ലാവരും വിശ്വസിക്കുന്നത്. അപ്പോൾ നമ്മൾ പൊക്കോടക്കുള്ള ഉള്ളി ഇപ്പം തന്നെ കട്ട് ചെയ്ത് മസാല വെക്കണം. അപ്പോൾ നമ്മൾ ഉള്ളി കട്ട് ചെയ്യാം. നമ്മളിതിങ്ങനെ വലിയ സംഭവം തന്നെ കൈ ശ്രദ്ധിക്കണം. പിന്നെ എല്ലാവരോടും സ്നേഹം മാത്രം. ഗൈസ്, അപ്പം നമ്മൾ നാളെ ചിക്കൻ പൊരിക്കാനുള്ളത് ചിക്കൻ മസാല ആക്കി വെക്കാം. അപ്പോൾ വലിയൊരു 3 കിലോ ചിക്കൻ ഉണ്ടാവും. അതിലേക്കൊരു 3 സ്പൂൺ മുളക് പൊടി, കുറച്ച് മഞ്ഞപ്പൊടി, 1.5 സ്പൂൺ ശേഷം മഞ്ഞപ്പൊടി ഉണ്ടാവും കേട്ടോ. മഞ്ഞപ്പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കണ്ടിട്ടേ നമുക്കൊക്കെ എല്ലാം അരിപ്പ് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് അരിപ്പൊടി, ശകല അരിപ്പൊടി, നല്ല ക്രിസ്പി ഉണ്ടാവും. പിന്നെ കുറച്ച് സുർക്ക, ഈ ഒരു 3 സ്പൂണ് ഓക്കെ പേസ്റ്റ് ഇട്ടെടുക്കുക. ഇത് നല്ല തിക്കായ മസാല ചേർത്തെടുക്കുക. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ മസാല ആക്കി വെച്ച് നാളെ വൈകുന്നേരം വന്നിട്ട് പൊരിക്കുമ്പോഴത്തേനേ സാധനം സെറ്റായിക്കോ. ഗേസ്, അപ്പോൾ നമ്മൾ ചിക്കൻ ഇതാണ് അത്യാവശ്യം നല്ല കാശ്മീരി മുളക് പൊടിയും ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഉണ്ടല്ലേ നമ്മുടെ നാളത്തെ പരിപാടിക്കുള്ള പൊക്കോടൊക്കെയുള്ളത് നമ്മൾ ഒരു ബിരിയാണി അങ്ങനെയുള്ള ഐറ്റംസ് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ പൊക്കോട നിർബന്ധമാണ്. അപ്പോൾ നാളത്തെ പരിപാടിക്കുള്ള പൊക്കോടൊക്കെയുള്ള ഐറ്റംസ് ഇപ്പോൾ തന്നെ മസാലയ്ക്ക് വെക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഏകദേശം ഒരു കിലോ സവാള ഉണ്ടാവും കേട്ടോ. 1 കിലോ സവാള ഒന്ന് നല്ല എന്താ പറയാ അതന്നെ. അതിലേക്ക് നമ്മൾ പച്ചമുളക്, മല്ലി, കറിവേപ്പില, ഇഞ്ചി സാധനം ഇട്ട് നല്ലോണം നമ്മൾ മിക്സ് ചെയ്യണം. 10 ചേർന്നേ നമ്മൾ നോമ്പ് ഉറപ്പിക്കാന്ന് പറഞ്ഞാൽ മറ്റുള്ള നോമ്പ് ഉറപ്പിച്ച് പോകുന്നത്. നമ്മൾ നാളെ എന്തായാലും നോമ്പ് തുടങ്ങും. ഇതുപോലെ വെള്ളം അത്യാവശ്യം കുഴച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനൊരു ഗ്ലൗസ് എടുത്ത് കയ്യിൽ ഇതാണ്. അപ്പോൾ കുറച്ച് സോഡ പൊടി എടുക്കാം. സോഡ പൊടി ഇല്ലെങ്കിൽ കുറച്ച് കോഴിമുട്ട ഉടച്ചാൽ വേണ്ടിയിട്ടാണ്. സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ ഇടാം. മുളകിൻ്റെ ഉണ്ടാവും. കുറച്ച് ശകലം ഗരം മസാല എടുക്കുക. നിങ്ങൾ ചിക്കൻ മസാല ചിക്കൻ മസാല എടുത്തോളൂ. ചിക്കൻ മസാല തന്നെ ഗരം മസാല എടുക്കാം. നല്ലത് മിക്സ് ചെയ്യുക. ഇനി കുറച്ച് അരിപ്പൊടി. അരിപ്പൊട്ട് കഴിഞ്ഞാൽ കുറച്ച് ക്രിസ്പി ഉണ്ടാവും. ഏകദേശം ഒരു 100 ഗ്രാം അരിപ്പൊടി.
വളരെ കുറച്ച് ഒരു 50 ഗ്രാം മൈദ ഇട്ടിട്ടുണ്ട്. മൈദ ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഇവിടെ അരിപ്പൊടിയും കടലമാവും മെയിനായിട്ട് വേണ്ടത്. നാളേക്കുള്ള പരിപാടി നമ്മളിപ്പോൾ തന്നെ റെഡിയാക്കി വെക്കണം. അല്ലെങ്കിൽ നാളെ നമ്മൾ എപ്പോഴും എണീക്കാൻ നമുക്ക് തന്നെ അറിയില്ല. കുറച്ച് കടലമാവ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പക്കോടക്കുള്ള മാവുണ്ട് ഇതേപോലെ ആക്കി വെച്ചിട്ടില്ല, ഇങ്ങനെ കിട്ടണം. ഇതുകൊണ്ട് 1/2 മണിക്കൂർ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾ കൈ കടിക്കും. തിണ്ടുമ്പോൾ വിരലിടം കടിച്ചോണ്ടു അമ്മ ടേസ്റ്റ് ആയിരിക്കും. ഇത് ഹോട്ടലിൽ ഉണ്ടാക്കുന്ന സാധനം തന്നെ, ഒന്നും കുറക്കാല്ല ഉള്ളത് തന്നെ. അപ്പോൾ നമ്മൾ നോമ്പ് തുറക്കുള്ള പരിപാടി നമ്മൾ ആരംഭിച്ചിരിക്കുകയാണ്. നമ്മൾ ചിക്കൻ പൊരിക്കുന്നുണ്ട്, നമ്മൾ പൊക്കോൺ ഉണ്ടാക്കുന്നുണ്ട്, നമ്മൾ പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ടീമുകളെല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം 18-20 ആളെ പരിപാടി ഉണ്ടാകുന്നു. നമ്മളെ സംബന്ധിച്ച് വലിയ നോമ്പ് തുറന്നു. അപ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശം പൊരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പൊക്കോട റെഡി. ബഹുമാനപ്പെട്ട റാഷിദ് ഉണ്ട്, അല്ല ആശിർ ഉണ്ട്. തടിമത്ത് റെഡി നോക്കിയാൽ ഒരു പൂ റെഡി. അപ്പോൾ നമ്മുടെ പരിപാടി ഏകദേശം ചിക്കൻ പൊരിച്ചിട്ടുണ്ട്. ചിക്കൻ പൊരിച്ച് കഴിഞ്ഞ് പക്കോട റെഡിയാക്കി, പിന്നെ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഐറ്റംസ് നമ്മൾ മസാലക്കുള്ള ഉള്ളി റെഡിയാക്കണം. ഓക്കെ, ചിക്കൻ ബിരിയാണിയാണ്. തലശ്ശേരി ദം ചിക്കൻ ബിരിയാണിയാണ്. പക്ഷേ നമ്മുടെ ചോറുള്ള പരിപാടി കേട്ടോ. ചോറ് നമ്മുടെ മസാല ആക്കുന്നുണ്ട്. നമ്മുടെ ടീം സെറ്റാണ്. ആശ്രിത ഉള്ളി അറിയുണ്ട്. ചിരിക്കടാന്ന് ഞാൻ പുറത്ത് നമ്മളെ ടീംസൊക്കെ എത്തിയാണ്. ബായ് എത്തിന് എല്ലാ ടീംസ് എത്തിന്. റെഡി. നമ്മുടെ ചോറുള്ള പരിപാടി കഴിഞ്ഞ് ചിക്കൻ മസാല കറികളൊക്കെ കഴിഞ്ഞാൽ വെള്ളം കലക്കിയത് റെഡി, തൈരായിക്കൊണ്ടിരിക്കുന്നത് എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ എത്രയും 10 കാലം എന്തെങ്കിലും ഉണ്ടാവും. ആ 2 കാറൊക്കെ മാറ്റിക്കൊള്ളാൻ പറയും. ഇതാണ് മെയിൻ കുക്ക്. അസുര അസിസ്റ്റല്ല. മസാല ബിരിയാണിന്റെ സ്പെഷ്യൽ ചിക്കൻ മസാല. ഇനി അങ്ങോട്ട് അണ്ണാക്കി സമയമില്ല. മസാല ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയാണ്. ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ നമ്മുടെ എല്ലാ പരിപാടിയും ഏകദേശം ചോറ് റെഡി ആയിട്ടുണ്ട്. ഈ പാത്രത്തിൽ ചോറിനാണ്. പാത്രം ഇല്ലാത്തതുകൊണ്ട് 2 പാത്രത്തിലാക്കിയാണ്. ചിക്കൻ മസാല ആക്കിയത്, മുകളിൽ ഉള്ളി, പിന്നെ പക്കോട, ഫുള്ള് സെറ്റപ്പ്. ഹായ് ഡിയർ.
അപ്പോൾ നമ്മളെ പരിപാടി എല്ലാം കഴിഞ്ഞ് 10 മിനിറ്റ് ബാക്കിയുണ്ട്. ചോറ് റെഡി. നെക്സ്റ്റിൽ വേറെ റൈസ് വേറെ റെഡി. 2 റൈസ് ഒക്കെ ഉണ്ടല്ലേ? 2 റൈസ് ഉണ്ട്. ആളും കുറവാക്കിയില്ല. പിന്നെ ഇവിടെ ചിക്കൻ ഫുള്ള്. പിന്നെ നമ്മുടെ പക്കോട, ഒരു ഫ്രൈഡ് റൈസും പിന്നെ മന്തിയോ? ആ 2 മിനിറ്റ് ആവും. പക്കോട, ഫ്രൂട്ട്സ് ഫുള്ള് സെറ്റ്. നമ്മുടെ ടീമൊക്കെ ഹർഗ് ബായ് ശരാ നമ്മുടെ ടീമൊക്കെ പുറത്ത് വെയിറ്റിംഗ് ആണ്. റെഡിയുണ്ട്. അപ്പം നമ്മള് ചോറ് വിളമ്പുന്നത് ഞങ്ങൾക്ക് 2 പീസ് വെച്ചിട്ടുണ്ട്. പിന്നെ നോക്കിട്ട് പിന്നെ വിളമ്പാം. പിന്നല്ല കിട്ടൂല. അത് തിരക്കൂട്ടിട്ടാ ഞാനല്ല പറഞ്ഞത് തിരക്കൂടി ഒന്നും നടക്കൂലാണ്. അടുത്ത റൈസ് വേറെ അല്ലേ? ടീമ ഫുള്ള് എത്തിന്. ഇതാ പുറത്തുള്ള സെറ്റപ്പ്. അസറാണ് മെയിന്. ആറോ ഇപ്പളാ വരുന്നേ. ഇതെന്താളാ ചെയ്യ്? അങ്ങനെ രണ്ടാമത്തെ ചെമ്പ് പൊട്ടിച്ചില്ലേ? ഇനി വെക്കാണ്ടോ ബാക്കി? കഴിഞ്ഞൊന്നുമില്ല. സെറ്റ് നോയിരിക്കും. ഒരു സെറ്റ് ഇവിടെ. ഞാണോ വെള്ളം വേണോ? ശരിക്ക് ഭായ് अरे इरके इरका सिरा हम इधर ले लिए ना। आओ भाई ना हमको इधर दे दो। बैठो बैठो। माशाल्लाह आपका आइटम बहुत अच्छा किया ना। तुमको हम इधर है बहुत है। इरके 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 हाँ बा हाँ और सुनिए പിന്നല്ല അൽഹംദുലില്ലാ നമ്മളെ പരിപാടിയെല്ലാം ഭംഗിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞ് അൽഹംദുലില്ലാ. എന്തായാലും വന്നവർക്കെല്ലാവർക്കും വളരെ സന്തോഷം.